ഗൈസ്, അപ്പോൾ ഇതാണ് പനച്ചിക്കാട് അമ്പലം. ദക്ഷിണ മൂകാംബിക ക്ഷേത്രം എന്നറിയപ്പെടുന്ന കേരളത്തിലെ അമ്പലമാണ്. ഈ അമ്പലത്തിലെ ദേവിയുടെ പ്രതിഷ്ഠയ്ക്കൊരു പ്രത്യേകതയുണ്ട്, അത് ഞാൻ വഴിയെ പറയാം. ഈ അമ്പലത്തിൽ നമ്മൾ താഴത്തേക്ക് ഇറങ്ങിയിട്ട് വേണം തൊഴാൻ വേണ്ടിയിട്ട്. ഇത്തിരി വലിയ സ്റ്റെപ്പുകളാണ്. മൂകാംബികയിലുള്ള ദേവിയുടെ അതേ ചൈതന്യമാണ് ഇവിടുത്തെ ദേവിക്കെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് ദക്ഷിണ മൂകാംബിക ക്ഷേത്രം എന്നറിയപ്പെടുന്നത്. ഇവിടെ ദർശനം നടത്തുന്ന ക്രമങ്ങളാണിത്. മഹാവിഷ്ണു, സരസ്വതി, ഗണപതി, ശിവൻ, ശാസ്താവ്, ഇങ്ങനെ വേണം ഇവിടെ ഇത് നടത്താൻ വേണ്ടിയിട്ട്, ദർശനം നടത്താൻ വേണ്ടിയിട്ട്. ഇത് നമ്മളിനി ആദ്യം നമ്മൾ മഹാവിഷ്ണുവിനെയാണ്, ഈ കാണുന്നതാണ് മഹാവിഷ്ണുവിൻ്റെ അമ്പലം. മഹാവിഷ്ണുവിനെയാണ് ഇവിടുത്തെ വലിയ പ്രതിഷ്ഠ, ചുറ്റമ്പലമൊക്കെ ആയിട്ട്. സരസ്വതി ദേവിയുടെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സരസ്വതി ദേവിനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ദേവി അമ്പലത്തിലിരിക്കാതെ പുറത്ത് കാട്ടിൽ വന്നിരിക്കുന്നു എന്നാണ് ഇവിടുത്തെ ഐതിഹ്യം. അതുകൊണ്ട് ഇവിടുത്തെ ദേവീനെ പൂജിക്കുന്നത് പുറത്ത് വച്ചിട്ടാണ്. ഇപ്പോൾ നമുക്കവിടെ ദേവീനെ കാണിക്കാൻ പറ്റില്ല, പക്ഷേ അവിടെ ക്യാമറ അവിടെ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാം, ഒരു ദേവിക്ക് ചുറ്റമ്പലോ കാര്യങ്ങളൊന്നുമില്ല, ദേവി പുറത്താണ് ഇരിക്കുന്നത്. ദേവീനെ പൂജിക്കുന്നത് അങ്ങനെയാണ്. ദേവീനെ ഡയറക്റ്റ് നമുക്ക് തൊഴാൻ പറ്റില്ല, ദേവിയുടെ പ്രതിബിംബം ആണ് നമുക്ക് തൊഴാൻ പറ്റുള്ളൂ. അത്രയും ശക്തിയുള്ള ദേവിയാണ് ഇവിടെ ഉള്ളത്. നമുക്കപ്പോൾ ദേവി ഇരിക്കുന്ന കാടിൻ്റെ ഉള്ളിലാണ് പൂജ നടത്തുന്നത്. ദേവിയുടെ പ്രതിബിംബം ദേവിയുടെ ശരിക്കും ഇരിക്കുന്നതിന് ഓപ്പോസിറ്റായിട്ട് വെച്ചിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ തൊഴ. ഇതാണ് വിഷ്ണുവിൻ്റെ നട. ഉള്ളിലേക്ക് മൊബൈൽ കയറ്റാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി തൊഴുതിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാം. ഗൈസ്, അമ്പലം ഹൈടെക്കാണ്. ഈ കാണിക്കയാണ്. ഇത് സ്കാൻ ചെയ്ത് നമുക്ക് കാണിക്കിടാം. ഇനി ക്യാഷ് കൊണ്ട് അടക്കണ്ട. നമ്മളിപ്പോൾ വിഷ്ണുവിൻ്റെ നടയിൽ നിന്ന് പുറത്തിറങ്ങി. വിഷ്ണുവിൻ്റെ നടയിൽ നേരെ പുറത്തിറങ്ങി നമ്മൾ സരസ്വതിയുടെ അങ്ങോട്ട് പോകുന്നത്. നേരെ കാണുന്ന സരസ്വതി. നമ്മൾ അതിലാണ് അമ്പലത്തിൽ കയറിയത്. നമ്മൾ ഈ വഴി പുറത്തിറങ്ങി. ഇനി സരസ്വതിയുടെ അമ്പലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതാണ് സരസ്വതിയുടെ അമ്പലം. ഇതിൽ രണ്ടിൽ നമുക്ക്, ഇതിൽ ലെഫ്റ്റ് സൈഡിൽ കൂടെ നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം, ഈ റൈറ്റ് സൈഡിൽ കൂടെ നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം. അത് രണ്ടും സരസ്വതിയിൽ അങ്ങോട്ട് ഇറങ്ങാനുള്ള വഴികളാണ്. പിള്ളേരെ ഇരുത്തുന്നത് ഇവിടെ വളരെ ഭയങ്കര വിശേഷപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അളിയൻ്റെ കൊച്ചിനെ എഴുത്തിനിരിക്കാൻ വേണ്ടി വന്നേക്കാണ് നമ്മൾ. അപ്പോൾ അതിന് ഫസ്റ്റ് പൂജ കഴിഞ്ഞ് റെസിപ്റ്റ് എഴുതിയതാണ്. നമ്മുടെ പിള്ളേരെ എഴുത്തിനിരുത്താൻ പോവാണ്. അച്ഛനെ മടി ഇരിക്കാം. നമ്മൾ അനിത്യം കൂടെ സ്കൂളിൽ കൊണ്ടുപോകണേ. പുതിയ ബുക്കും ബാഗും യൂണിഫോമും ഒക്കെ മേടിച്ചിട്ടോ. സുന്ദരിക്കുട്ടി അച്ഛനെ മടി ഇരിക്കണേ കേട്ടോ. അച്ഛനെ മടി ഇരിക്കണേ. എൻ്റെ കുഞ്ഞിൻ്റെ പേര് നാളും പ്രാർത്ഥിച്ചോണേ. ചൊല്ലിക്കോണം. ഓം സരസ്വതി നമസ്തഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗണപതേ നമഃ. കാണിക്കണേ. സുന്ദരിക്കുട്ടി നാഗദേവിക്ക് നാക്കിട്ടണേ. സൂപ്പറായി. കേട്ടോ. നല്ലോണം പഠിച്ച അനിയത്തി നല്ലോണം പഠിക്കും കേട്ടോ. മോള് പഠിക്കായിട്ട് പഠിക്കാം. ഡെയിലി നല്ലോണം പ്രാർത്ഥിക്കണം കേട്ടോ. അടിപൊളിയാണേ. നിങ്ങളെല്ലാം പറയണേ. ഓം പറഞ്ഞേ. ഓം ശരി പറഞ്ഞു. ശ്രീ ഗ ന പ ത യേ നമ. സൂപ്പറായി കേട്ടോ. ഞാൻ വിചാരിച്ച മണലിൽ എഴുതിക്കണം, എല്ലായിടത്തും തൊഴിക്കണം, പിന്നെ ജയിച്ചൊരു നെയ് കിട്ടും. സാഹചര്യം എല്ലാവരും കുട്ടികൾക്കും പഠിക്കണം. ഓർമ്മ ശക്തി നല്ല കുട്ടി നല്ല വിജയം നേടാനൊക്കെ എല്ലാ കൊല്ലം കൊടുക്കണം. എല്ലാ കൊല്ലം തൊഴിക്കുക വേണം കേട്ടോ. പഠിച്ച് പിടിക്കണം കേട്ടോ. എവിടെ വരുന്നത് കേട്ടോ.
കുട്ടിയുടെ കുതിരയാണ്, കുട്ടിയെ കൊണ്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ ചേച്ചിയും നമസ്കരിക്കണേ, ചേച്ചി നല്ലോണം പഠിക്കണം കേട്ടോ. നമ്മുടെ കുതിരയാണ്, അവരെ നല്ല വിജയത്തിന് നല്ല ഭാഗത്തേക്ക് ആദ്യമായിട്ട് ചെയ്യിക്കുന്നതാണ്. അതാണ് എൻ്റെ കുട്ടികളെ കേട്ടോ. നന്നായി വൃത്തിയായിട്ട് പഠിച്ചോളൂ കേട്ടോ. ഓം ശ്രീ ഓമല്ലേ ഓം അല്ല അറിയാം. ആ പച്ച കാട് പിടിച്ച പോലെ ഇരിക്കുന്ന ഉള്ളിലാണ് ദേവി ഇരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രതിബിംബത്തിലാണ് നമുക്ക് തൊഴാൻ പറ്റുന്നത്. നമുക്ക് കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ടാണ് അവിടെ ക്യാമറ ഉപയോഗിക്കാനുള്ള. ഓക്കെ, ആ ആരമാർക്ക് ഇട്ടേക്കുന്ന സ്ഥലത്താണ് ദേവിയുടെ അമ്പലം. ദേവി ഉള്ളിലിരിക്കാതെ പുറത്ത് വന്നിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞ ഐതിഹ്യം അതാണ്. ഇവിടുത്തെ പ്രസാദത്തിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ഒരു കളറിലാണ് ഇവിടുത്തെ ചന്ദനം. അവിടെ പിങ്ക് ചന്ദനം. എടാ ഇങ്ങ് കാണിച്ചേ, നിൻ്റെ പിങ്ക് ചന്ദനം കാണിച്ചേ. ഈ അമ്പലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ യക്ഷിക്ക് പ്രതിഷ്ഠ ഉണ്ടെന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് യക്ഷിയുടെ നട. യക്ഷിക്ക് ഇവിടെ പൂജ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ അമ്പലത്തിൽ. നമ്മൾ ഇതിലാണ് കയറി വന്നത്. നമുക്ക് ഇതിലിറങ്ങാം. അതിൽ ഒരുപാട് ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. രണ്ടിലും കയറി ഇറങ്ങുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല. അത് ഈ കാണുന്നതാണ് നേരെ അവിടെ നിന്ന് ദേവി. നമുക്ക് ഫ്രണ്ടിൽ കൂടെ പോയി യക്ഷീനെ നമുക്ക് തൊഴാം. അതിന് വേറെ ഇതില്ല. ഈ നമ്മൾ യക്ഷി നടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം. നമ്മളിപ്പോൾ യക്ഷിനടയിലാണ് കയറിയത്. ഇതാണ് ശിവൻ്റെയും ശാസ്താവിൻ്റെയും ഗണപതിയുടെയും അമ്പലം. അപ്പോൾ എല്ലാവരും നമ്മൾ തൊഴുത് കഴിഞ്ഞു നമ്മൾ ഇറങ്ങാണ്. നമ്മൾ വന്നവിടെ തന്നെ എത്തിയിട്ടുണ്ട്. ശരിക്കും ഭയങ്കര തിരക്കായിരിക്കും. ഇന്ന് വലിയ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല. നമ്മളിതിലാണ് വന്നത്. നിങ്ങൾ കളർ കോമ്പിനേഷനാണല്ലോ. അപ്പം നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ അമ്പലം വിസിറ്റ് ചെയ്യുക. പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രം. ഇത് കോട്ടയം ജില്ലയിലാണ് ഇതുള്ളത്, ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മൂകാംബികയിൽ പോയി തൊഴുന്ന അതേ ഫലം ഇവിടെ വന്ന് തൊഴുതാൽ കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാം. ഗൈസ്, അപ്പോൾ പനച്ചിക്കാട് അമ്പലത്തിലെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മളിവിടെ നിന്ന് ഇറങ്ങാണ്. അടുത്തൊരു വീഡിയോയിൽ ഇനിയും കാണാം. ബൈ ഫ്രം SKVK സ്റ്റോറീസ്.